നമസ്കാരം. ഇറാന്റെ മണ്ണിൽ വിഷപ്പുക തീർത്ത അമേരിക്കൻ സേന ഇറാനെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് അമേരിക്ക. ഇതൊരു രണ്ടാം ഇറാഖാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇറാനെ തങ്ങൾ തകർത്ത് തരിപ്പണമാക്കുമെന്നുള്ളത് ഒരു അവകാശവാദമാക്കി ഉന്നയിക്കുകയാണ് അമേരിക്ക. കൂടാതെ പറയുന്നുണ്ട്, അമേരിക്കക്കാരെ തൊട്ടാൽ അവരെ വേട്ടയാടുമെന്നാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെ വാദം. ആ വാദങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ തന്നെയും ഇറാനെ തകർക്കാൻ അവർക്ക് വേണ്ടത് 4 ആഴ്ചയുടെ സമയം മാത്രമാണ് എന്ന് പറയപ്പെടുന്ന ട്രംപിനെ കൂടി നമുക്ക് കാണേണ്ടി വരുന്നു. അതായത് 1 മാസത്തിനുള്ളിൽ മാത്രമായിരിക്കും ഈ യുദ്ധം അവസാനിക്കുക. അപ്പോഴത്തേക്കും ഇറാൻ ചാരമായി തീർന്നിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് ഇറാന്റെ മണ്ണിൽ വിഷപ്പുക തീർത്തുകൊണ്ട് അമേരിക്കൻ സേന മുന്നേറ്റം നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇറാനെതിരെയുള്ള ആക്രമണം ശക്തമാകുന്നതിനിടയിൽ മുൻകാലങ്ങളിൽ പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തിയ യുദ്ധങ്ങളുമായിട്ട് ഇതിന് സാമ്യമില്ല എന്ന് തന്നെയാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാഷിംഗ്ടൺ മറ്റൊരു ഇറാഖ് മോഡൽ ചതിപ്പിലേക്കല്ല ഇറങ്ങുന്നത് എന്നും മറിച്ച് ടെഹ്റാന്റെ സൈനിക ശക്തിയെയും ആണവ അഭിലാഷങ്ങളെയും തകർക്കുവാനുള്ള നിർണായക നീക്കമാണ് ഇതെന്നാണ് അവർ പറയുന്നത്. ഇത് ഇറാഖല്ല, ഇത് അവസാനമില്ലാത്ത യുദ്ധവുമല്ല. പെന്റഗണിൽ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ വച്ചാണ് ഹെഗ്സത്ത് ഇങ്ങനെ പറഞ്ഞത്. ഇറാനെ കൈവശപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അവിടെ രാഷ്ട്ര നിർമ്മാണം നടത്തുവാനോ തങ്ങൾക്ക് താല്പര്യമില്ല എന്നും ഇറാന്റെ മിസൈലുകൾ, ഡ്രോണുകൾ, നാവികസേന, ആണവ പദ്ധതികൾ എന്നിവയെ അതിവേഗം തകർക്കുക എന്നത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ട്രംപ് ഭരണകൂടത്തിലെ പ്രതിരോധ സെക്രട്ടറി ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുക. മറ്റൊരു രാജ്യത്തിനെ തകർക്കാൻ കാട്ടുന്ന അവരുടെ വല്ലാത്ത ആവേശത്തെക്കുറിച്ച്. ഞങ്ങൾ അവരെ ശസ്ത്രക്രിയയ്ക്ക് സമാനമായിട്ടുള്ള കൃത്യതയോടെയും അതിശക്തമായിട്ടും ആക്രമിക്കാൻ തന്നെയാണ് ശ്രമമെന്ന് അമേരിക്ക പറയുമ്പോഴും ഇതിൽ ഞങ്ങൾക്ക് ഖേദമില്ല എന്നും ഇറാന്റെ ആണവ നീക്കങ്ങളും ആഗോള കപ്പൽ പാതകൾക്ക് നേരെയുള്ള ഭീഷണിയും ഇനിയും സഹിക്കാനാവില്ല എന്നും ഇതൊരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള യുദ്ധമല്ല എന്നും പക്ഷേ ഈ ആക്രമണത്തിലൂടെ അവിടെ ഭരണം മാറി എന്നത് സത്യമാണെന്നും അത് ലോകത്തിന് നല്ലതാണെന്ന് പറയപ്പെടുന്ന അമേരിക്കൻ പ്രതിരോധ സേന നേതാവ് അല്ലെങ്കിൽ ആ പ്രതിരോധ സേനയെ നയിക്കുന്ന വ്യക്തി, അതിന്റെ സെക്രട്ടറി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ പറയുന്ന പാതയിലൂടെ സഞ്ചരിക്കുവാൻ ലോകരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെല്ലാം നിങ്ങളുടെ അടിയാന്മാരല്ല എന്നുള്ളത്. ഇവിടെ യുദ്ധം എത്ര കാലം നീണ്ടു നിൽക്കുമെന്നുള്ളത് ട്രംപിന് പോലും അറിയില്ല. അത് ട്രംപ് തീരുമാനിക്കുമെന്ന് പറയപ്പെടുന്ന ഹെഗ്സത്തിന്റെ വാദം ഒന്ന് ആലോചിച്ച് നോക്കിയേ. യുദ്ധമെന്ന് പറയപ്പെടുന്നത് ഞങ്ങളല്ല ഈ യുദ്ധം തുടങ്ങിയത്, പക്ഷേ പ്രസിഡന്റ് ട്രംപിന് കീഴിൽ ഞങ്ങൾ ഇത് അവസാനിപ്പിക്കും. അമേരിക്കക്കാർക്ക് നേരെയുള്ള അവരുടെ യുദ്ധത്തിന്, അവരുടെ ആയത്തുള്ളക്കെതിരെയുള്ള ഞങ്ങളുടെ പ്രതികാരത്തിലൂടെ തങ്ങൾ മറുപടി നൽകുന്നു എന്ന് പറയപ്പെടുന്ന അമേരിക്കയുടെ ഈ സിദ്ധാന്തം ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയെയും മുതിർന്ന കമാൻഡർമാരെയും വധിച്ചുകൊണ്ട് US-ഇസ്രായേൽ സംയുക്ത ആക്രമണം ആരംഭിച്ചത് ലോകത്തിന് നേരെയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിന് പിന്നാലെ ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും പാശ്ചാത്യ സൈനിക താവളങ്ങൾക്കും നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ലെബനിൽ ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ പുതിയ പോർമുഖം തുറന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ഈ സംയുക്ത ആക്രമണത്തിന്റെ വ്യാപ്തി എന്ന് പറയപ്പെടുന്നത് ആലോചിച്ചു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി, ആ എപ്പിക് ഫ്യൂറിക്ക് പ്രസിഡന്റ് ട്രംപ് അംഗീകാരം നൽകിയതോടുകൂടി ഒളിച്ചോടില്ല, ദൗത്യം തുടരുമെന്നുള്ള ട്രംപിന്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് വിമാനത്താവളങ്ങളെ അടക്കം അടിച്ചു തകർക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിർദ്ദേശം. അമേരിക്കയിൽ നിന്ന് ഇടതടവില്ലാതെ 37 മണിക്കൂർ പറന്നെത്തിയ B-2 ബോംബർ വിമാനങ്ങൾ ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിൽ ബോംബ് വർഷിച്ചു. ആദ്യ 24 മണിക്കൂറിനുള്ളിൽ ഇറാന്റെ 1000-ഓളം കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. സൈബർ ബഹിരാകാശ കമാൻഡുകളെയും ഇതിനായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. യുദ്ധം ഞാൻ ആദ്യം സൂചിപ്പിച്ചതിൽ എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന ചോദ്യത്തിന് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഏകദേശം 4 ആഴ്ചയോ അതിൽ കുറവോ സമയം കൊണ്ട് ഇത് അവസാനിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വലിയ രാജ്യമാണ്, അതുകൊണ്ട് 4 ആഴ്ചയോളം എടുത്തേക്കാമെന്ന് ട്രംപ് ഒരു അഭിമുഖത്തിൽ വാർത്താ ലേഖകരോട് പറയുമ്പോൾ എന്ത് ലാഘവത്തോടു കൂടിയാണ് ഇത് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ കുവൈറ്റിലെ US താവളത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 4ാമത്തെ അമേരിക്കൻ സൈനികനും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു കഴിയുമ്പോഴും ഇനിയും എത്ര മരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ആർക്കും പറയാൻ കഴിയില്ല. അമേരിക്കക്കാരെ കൊന്നാൽ ലോകത്തിന്റെ ഏത് കോണിലായാലും ഞങ്ങൾ നിങ്ങളെ വേട്ടയാടി വധിക്കുമെന്ന് ഹെഗ്സത്ത് ഇറാനിലെ ഭരണകൂടത്തിന് കടുത്ത മുന്നറിയിപ്പ് നൽകുമ്പോഴും ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ കൊല്ലുന്നത് പോലെ തന്നെയാണ് മറ്റുള്ള രാജ്യത്തിലെ നേതാക്കളെയും കൊല്ലുന്നത് എന്ന് മറന്നു പോകരുത്. മുൻകാലങ്ങളിൽ യുദ്ധങ്ങൾ പോലെ ജനാധിപത്യം കെട്ടിപ്പടുക്കുവാനോ സമാധാനം സ്ഥാപിക്കുവാനോ അല്ല, മറിച്ച് ശത്രുവിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനാണ് തങ്ങൾ പോരാടുന്നത് എന്നുള്ള പെന്റഗൺ മേധാവിയുടെ വ്യക്തമാക്കലുകൾ അത് നൽകുന്ന സൂചന എന്താണ്? ഇന്നലെ നിങ്ങൾ വെനസ്വേലയെ, പിന്നെ ഗ്രീൻലാൻഡിനെ, ഇപ്പോൾ നിങ്ങൾ ഇറാന്റെ മണ്ണിൽ വിഷപ്പുക തീർക്കുന്ന തരത്തിലേക്കുള്ള അമേരിക്കൻ സേനയെ വിന്യസിച്ചുകൊണ്ട് ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇറാനെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് പറയപ്പെടുന്ന അമേരിക്കയുടെ ഈ ആക്രോശത്തോട്
ഏത് തരത്തിലുള്ള സമീപനമായിരിക്കും ബാക്കിയുള്ള രാജ്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇറാന്റെ മണ്ണിൽ വിഷപ്പുക തീർത്തുകൊണ്ട് മിസൈലുകൾ ആക്രമിച്ചുകൊണ്ട് ബോംബ് വർഷം നടത്തിക്കൊണ്ട് നടത്തുന്ന ഈ ചെയ്തികൾ, ഈ യുദ്ധമെന്ന് പറയപ്പെടുന്ന ഒന്നിന്റെയും അവസാനമല്ല എന്ന് കൂടി കുറിക്കട്ടെ. കാരണം അത്രയും പറയേണ്ടതുണ്ട്. ഇന്ന് ഇറാൻ ആണെങ്കിൽ നാളെ മറ്റൊരു രാജ്യമായിരിക്കും. ഇങ്ങനെ വലിയൊട്ടം മനോഭാവം കാണിക്കാൻ മാത്രം അമേരിക്ക ആരാണ് എന്നുള്ള ചോദ്യം ലോകരാജ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി ഒന്നേ ഉള്ളൂ ഇനി വരാൻ. ബാക്കിയുള്ള സഖ്യരാജ്യങ്ങൾ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ അതിൽ തന്നെ വേർതിരിഞ്ഞുകൊണ്ട് ചേരിതിരിഞ്ഞുകൊണ്ട് പല രാജ്യങ്ങൾ പല ഭാഗത്ത് ചേക്കേറുന്ന കാഴ്ച മാത്രമാണ് കാണേണ്ടത്. ഇവിടെ ഇറാന് വേണ്ടിയിട്ട് വാദിക്കുവാൻ റഷ്യയും ചൈനയും ഒക്കെ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ അമേരിക്കൻ നിരയിലേക്ക് ആരൊക്കെ എത്തും, ആ സഖ്യത്തിലേക്ക് ആരൊക്കെ എത്തും എന്നുള്ളതാണ് ചിന്തനീയമാകുന്നത്. പക്ഷെ അങ്ങനെ ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. UN ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിൽ UN ഇടപെടലുകളെങ്കിലും ഉണ്ടായിക്കൊണ്ട് അമേരിക്കൻ സേനയെ പിൻവലിക്കുക, ഇറാന്റെ മണ്ണിൽ നിന്ന് ഈ പറയുന്ന പോലെ വലിയ യുദ്ധമുണ്ടാകുന്ന തരത്തിലുള്ള സാഹചര്യത്തെ ഇല്ലാതാക്കുക. ഇല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഏറ്റവും വലിയ ദുരന്തമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.